ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 36 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഫ്ലാക്സ് സീഡ്, പിന്നെ ഫെനുഗ്രീക്ക് സീഡ്സ്, പിന്നെ റൈസ്. ഇത് ഇത്രയും ആദ്യം ഫെനുഗ്രീക്ക് സീഡ്സും പിന്നെ റൈസ്, അതായത് ഉലുവയും പിന്നെ അരി, ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന് ഫ്ലാക്സ് സീഡ് ജെല്ലും നന്നായി കുക്ക് ചെയ്തെടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അതൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അത് ആഴ്ചയിൽ നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നോ അങ്ങനെ ജസ്റ്റ് ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാൻ, പിന്നെ സ്കാൽപ്പിലത്തെ ഇൻഫെക്ഷൻസൊക്കെ തടയാൻ ഇത് സഹായിക്കും ഈ ഒരു ജെൽ. ഓക്കെ, അപ്പോൾ തടവിട്ട് ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി. അതായത് ഫ്ലാക്സ് സീഡ് ആയാലും അലോവേറ ജെല്ലായാലും അത് തണുപ്പുള്ള ഒരു കാര്യമാണ്, അതൊരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീർക്കെട്ട് പ്രശ്നം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് 15 മിനിറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ജെല്ല് ഉപയോഗിക്കുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല നിങ്ങളുടെ ഹെയറിന്. ഓക്കെ, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഹെയർ സിറം പോലെ ഉപയോഗിക്കാം. റെഗുലറായി യൂസ് ചെയ്തുകൊണ്ട് വന്നാൽ തന്നെ മുടി വളർച്ച ഉണ്ടാവും. പിന്നെ ഫ്രിസ്നെസ്, ഡ്രൈനെസ്, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ജെല്ല് മിക്സ്ചർ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ലോങ് പ്രോസസ്സാണ്. ഓക്കെ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. പിന്നെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ്. നിങ്ങൾ ചാനലിൽ നിങ്ങൾ കെയർ ചെക്ക് ചെയ്തിട്ട് അറിഞ്ഞ് കെയർ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയിലത്തെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഇതിന് നിങ്ങൾ എപ്പോഴും ഏത് ഹെയർ കെയർ ഡേ ചാലഞ്ച് എടുത്താലും നിങ്ങൾ നോർമലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും 1.5 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക. 1 ലിറ്റർ കുടിച്ചാൽ മതി സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന്. ഓക്കെ, നന്നായി വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊക്കെ 1.5 ലിറ്റർ ടു 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ എ ഡേ, ഒരു ഡേ മാത്രം അങ്ങനെ അത് കവർ ചെയ്യാൻ നോക്കുക. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരേടി കുടിക്കാനൊന്നും പോകാനുള്ള ആവശ്യമില്ല. പതുക്കെ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നാൽ മതി. പിന്നെ നമ്മൾ വാട്ടർ ഇൻടേക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കിൻ ഗ്ലോ ആവും, സ്കിന്നിലത്തെ പ്രശ്നമൊക്കെ കുറഞ്ഞുകൊണ്ട് വരും. പിന്നെ ഹെൽത്തി ആയിട്ട് ഷൈനി ആയിട്ടിരിക്കും എപ്പോഴും. ഒരു 24 അവേഴ്സും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പിന്നെ മുടിക്കും അങ്ങനെ തന്നെ വേണ്ടാത്ത പ്രശ്നങ്ങൾ, മുടിയിലത്തെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരും വെള്ളം കുടിക്കുന്നതുകൊണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് അലർജറ്റിക് ഫ്രൂട്ടാണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നന്നായി കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്, പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് പോലെ എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വെള്ളം ഒരുപാട് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, കേർഡ് റെഗുലറായി എടുക്കാവുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞതുപോലെ
റെഡ്, അതായത് ഡാർക്ക് കളറുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ലിക്വിഡ് ഇൻടേക്ക് ഒരുപാട് കഴിക്കാവുന്നതാണ്. അതായത് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ, ഓക്കെ, ഇളനീരെന്ന് പറയുമല്ലോ അത്. പിന്നെ തേങ്ങാ വെള്ളം കുടിക്കാം, തേങ്ങാപ്പാൽ കുടിക്കാവുന്നതാണ്. പിന്നെ റെഗുലർ പാൽ, അത് പ്ലെയിൻ പാൽ കുടിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ചീസി ഐറ്റംസ്, അതായത് ചീസ്, പനീർ, ഓക്കെ, മുട്ട ആഴ്ചയിൽ ഒരിക്കൽ മതി, ഇല്ലെങ്കിൽ ട്വൈസ് മുട്ട കഴിക്കാവുന്നതാണ്. ഡെയിലി കഴിക്കാം, പക്ഷേ ശീലിച്ചുള്ളവർക്ക് അത് ഈസിയാണ്, ഡെയിലി എടുക്കാവുന്നതാണ്. ഓരോരോ മുട്ട കഴിച്ചുകൊണ്ട് വരാവുന്നതാണ്. അതായത് ഇതിലത്തെ എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയി പറയാനുള്ളതിൽ ഇതിൽ ബാലൻസ്ഡ് ഡയറ്റാണ് ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് ലിക്വിഡ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങളുടെ ബോഡിക്ക്, പിന്നെ മിനറൽസ്, വിറ്റമിൻസ്, എല്ലാ ടൈപ്പ് മിനറൽസും വിറ്റമിൻസും, അതായത് വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, വിറ്റമിൻ കെ, ഓക്കെ, പിന്നെ വിറ്റമിൻ B12 എന്ന് പറയുമല്ലോ, പിന്നെ വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആയാലും ശരി, അഡൾട്ട്, അതായത് മിഡിൽ ഏജ് ആയിട്ടുള്ളവർക്കും ശരി, കുറച്ച് ഓൾഡുള്ള ആൾക്കാർക്കും ശരി ഈ ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഗുലറായി വെയിൽ കൊള്ളുക, 9 to അതായത് വിതിൻ 12. നിങ്ങൾക്ക് സൺ എക്സ്പോഷർ എപ്പോൾ അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ചാൽ 12 to 3 o'clock. ഓക്കെ, അതിലത്തെ ഒന്നും വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. വെയിലത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ കുട പിന്നെ സ്കാർഫൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ചിലവർക്ക് ഹാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സ്കാർഫ് ഫുൾ ഇങ്ങനെ ഈ മുടിയൊക്കെ ഒന്നും കാണാത്ത മാതിരി റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാവുന്നതാണ്. പിന്നെ ബൈക്ക് പോകുന്നവരും സ്കൂട്ടിയിൽ പോകുന്നവരും പിന്നെ ബസ്സിൽ പോകുന്നവരും ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സൺഗ്ലാസ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് കെയർ എടുക്കേണ്ടത്. ഇത് ചർമ്മത്തിനും ശരി മുടിക്കും ശരി ആരോഗ്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വെയിലത്തിങ്ങനെ പറന്ന് മുടി അയച്ച് വിടാതെ ഇരിക്കുക. അയച്ചു വിട്ടാൽ എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ റഫ്നെസ് കൂടും, പിന്നെ സ്പ്ലിറ്റൻസ് നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല. അത് ഒരേടി ഒരു ലെങ്തായിട്ട് മുടി വളർന്നാലും മിഡിലായിട്ട് കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നതാണ്. സ്പ്ലിറ്റൻസ് എപ്പോൾ നോക്കിയാലും ആഴ്ചയ്ക്ക് നോക്കിയിട്ട് സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റോൾ ചെയ്ത് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഫുഡ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ ടൊമാറ്റോസ്, ഓട്സ്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഓട്സ് എടുക്കാം, പിന്നെ മിൽക്ക്, പിന്നെ മയോനീസ് എടുക്കാം, പനീർ എടുക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ്. പിന്നെ ഇത് വൈറ്റ് ചന എന്ന് പറയുമല്ലോ, അത് സോക്ക് ചെയ്ത് കഴിക്കുന്നതിനും നല്ലതാണ്. അത് സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും അത് സഹായകരമാണ്. ഇതിൻ്റെ ഒന്നും നമുക്ക് ഹെയർ പാക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഇൻടേക്കായിട്ട് തന്നെ എടുക്കണം. പിന്നെ സോയാബീൻസും ശരി, അതും അങ്ങനെ തന്നെ. സോയാബീന് ഇൻടേക്ക് ആയി കിട്ടുമ്പോൾ അതിലത്തെ പ്രോട്ടീൻസൊക്കെ ഞങ്ങളുടെ മുടിക്കും സ്കിന്നിനും നമുക്ക് കിട്ടുന്നതാണ്, വേണ്ട ഒരു ന്യൂട്രിയൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എക്സ്ട്രാ പറയാനെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെള്ളം, പിന്നെ സീസൺ വൈസ് ഞങ്ങൾക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. അതായത് റെയിനി സീസണിലൊക്കെ
മുരിങ്ങയില കഴിക്കാൻ പറ്റില്ല. ചീര, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉള്ളതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ടർ ഇൻടേക്ക്, ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ മഴക്കാലത്ത് എന്താവുമെന്ന് വെച്ചാൽ ഒരുപാട് മുടി കൊഴിയാനും ഈർപ്പമുള്ളതുകൊണ്ട് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. മുടിക്കായ സ്പ്ലിറ്റ് എൻഡ്സ് വന്നാൽ പോവുകയില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രിം ചെയ്ത് വിടേണ്ടതാണ്. ചിലർ ഹെയർ കട്ട് ചെയ്യാൻ നോക്കുന്നതാണ്. അത് നിങ്ങളുടെയൊക്കെ വിഷസാണ്. നിങ്ങൾക്ക് തോന്നിയ ആ സീസണിൽ നിങ്ങൾക്ക് ട്രിം ചെയ്ത് വിടാവുന്നതാണ് നിങ്ങളുടെ ഒരു ഹെയർ. ഓക്കെ, പിന്നെ പറയാനുള്ളത് അതേപോലെ തന്നെ സമ്മർ സീസണിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം അധികമായി കുടിക്കാൻ നോക്കുക. സൺ എക്സ്പോഷർ ഉള്ളപ്പോൾ ഹാർഷ് സണ്ണ് ഞങ്ങളുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്താറുണ്ട്. ഓക്കെ, അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. നല്ലോണം വാട്ടറി കണ്ടൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഇത് ലെമൺ ജ്യൂസ് എടുക്കാം. വാട്ടർ മെലൺ റെഗുലറായി എടുക്കുക സമ്മർ സീസണിൽ. പിന്നെ മസ്ക് മെലൺ എന്ന് വരും, പിന്നെ റൗണ്ടായിട്ട് ചെറുതായിട്ടുണ്ടാവും, അതിൻ്റെ ജ്യൂസ് കഴിക്കാവുന്നതാണ്. അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ റെഗുലറായി വെയിൽ കാലത്ത് നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കാൻ നോക്കേണ്ടത്. അത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടാത്ത ഇൻഫെക്ഷൻസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു മഴക്കാലത്ത്. പിന്നെ വെയിൽ കാലത്തെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, നന്നായി ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ വെജിറ്റബിൾ എല്ലാ സീസണിലും കഴിക്കാം, പക്ഷെ നോക്കിയിട്ട് വേണം, മാറ്റി മാറ്റി കുറച്ചും കൂടിയിട്ടും അങ്ങനെ കുറച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കെയർ എടുക്കേണ്ടതാണ്. അതായത് മുഖത്ത് വെളിച്ചെണ്ണ തേക്കാൻ പറയും, പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചുള്ളിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എന്നും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ബോഡി ലോഷൻ വയ്ക്കും, ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ മുഖത്ത് ലിപ്സിന് മാത്രം ഞാൻ തേക്കാറുണ്ട്, സ്കിന്നിന് ഇവിടെ മുഖത്ത് മാത്രം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിടാറുണ്ട്. ഓക്കെ, ഇത്രയാണ്. പിന്നെ വിൻ്റർ സീസണിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഡാൻഡ്രഫ്, സ്കാൽപ്പ് ഇൻഫെക്ഷൻസൊക്കെ ഒരുപാട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാനും ഒരുപാട് വെള്ളം കുടിക്കണം. പിന്നെ സ്കാൽപ്പ് കെയർ എടുക്കണം, നന്നായിട്ട് ഒരു ഓയിൽ മസാജ് ചെയ്യുക. അതായത് ഹോട്ട് ഓയിൽ മസാജാണ് ഏറ്റവും നല്ലത് വിൻ്റർ സീസണിൽ. അതെന്താണെന്ന് വെച്ചാൽ വിൻ്റർ സീസണിൽ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ റഫ്നെസ് കൂടാനും സ്പ്ലിറ്റ് എൻഡ്സ് കൂടാനും ജാസ്തിയാവും ഈ ഒരു പ്രോബ്ലംസ്. ഓക്കെ, അത് ബ്രേക്ക് ഔട്ട് ആവുക, അതായത് ഒരു ബ്രേക്ക്നെസ് കാണപ്പെടാറുണ്ട് സ്കിന്നിലും. മുടിയിൽ നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല, പക്ഷേ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാവും, മുടിക്കും ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. ജസ്റ്റ് 1/2 hour വിട്ടിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരുപാടൊന്നും നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കാണ്ടിരിക്കുക. ആഴ്ചയിൽ 2 times നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. പിന്നെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഫുഡ്സ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം ജാസ്തി കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ളത്. അധോമുഖ ശ്വാനാസന എന്ന് പറയും, ഇങ്ങനെ ഫോർവേഡ് ബെൻഡിങ് എന്ന് ഒക്കെ. അത് പിന്നെ ഉത്ഥാനാസന എന്ന് പറയും. അങ്ങനെ യോഗാസനയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസനാസ് ഉണ്ട്. ഓക്കെ,
അതൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. എനിക്കിതൊന്നും അറിയില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക. ഇത്രയൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മുടി, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സ്കിന്നിൻ്റെ ആരോഗ്യമൊക്കെ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. എവറി സീസണിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ കെയർ നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. എടുത്തേ മതിയാവും. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ നോർമലി പറയാനുള്ളത്, സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക. പിന്നെ രാത്രി ടൈം ടു ടൈം ഉറങ്ങുക. രാത്രി ചിലവർ 11 മണിക്ക് ഉറങ്ങും, ചിലവർ 10 o'clock ഉറങ്ങും. അങ്ങനെ അവരവരുടെ സ്ലീപ്പ് ടൈം എന്താ ഉള്ളത് ആ കറക്റ്റ് ടൈം ഫോളോ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ 8 hours സ്ലീപ്പ് നിങ്ങൾ കവർ ചെയ്ത് നോക്കേണ്ടതാണ്. 7 hours മിനിമം നിങ്ങൾക്ക് നോർമലി സ്ലീപ്പ് ടൈം കൊടുക്കുക. പിന്നെ ലാപ്ടോപ്പ് അവോയ്ഡ് ചെയ്യുക, നൈറ്റ് ടൈം ഉപയോഗിക്കാൻ. പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയാനുള്ളത്, നമ്മൾ നോർമലി ടി വിയൊക്കെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ രാവിലെ ഏത് സീസണിന് ആ രീതിയിൽ രാവിലെ എണീറ്റ് ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് യോഗവും ചെയ്യാവുന്നതാണ്. ഞാൻ യോഗ ചെയ്യാനുള്ളത് അടുത്തായിട്ട് വീഡിയോസ് ഇടാവുന്നതാണ്. ഓക്കെ. അത് സെപ്പറേറ്റായിട്ട് ഇടാം. മെഡിറ്റേഷൻ, യോഗ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക, നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് എങ്ങനെ നമ്മളെ നോക്കി നടത്താവുന്നതെന്നൊക്കെ ഞാൻ വീഡിയോസിൽ അടുത്തടുത്ത് ഞാൻ ഇടുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനും അതിലത്തെ ടിപ്സൊക്കെ ഞാൻ ഇത് വീഡിയോ ആയിട്ടിടാം. പിന്നെ സ്കിൻ കെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതിനായിട്ടുള്ള വീഡിയോസും ഞാൻ അടുത്തതായി ഇടാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ ചാലഞ്ചിൽ നിങ്ങൾ ഈ ഒരു ജെല്ല് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇത് ജസ്റ്റ് 20 minutes അല്ല, ജസ്റ്റ് 15 minutes വെച്ചിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല. അതായത് ഫ്ലാക്സ് സീഡ് ആയാലും ശരി, അലോവേറ ജെല്ലായാലും ശരി, അത് കണ്ടീഷണർ പോലെ വർക്ക് ചെയ്യും ഞങ്ങളുടെ മുടിയിൽ. അപ്പോൾ എക്സ്ട്രാ ഒരു ഷാംപൂ, ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾ ഏത് വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആവണക്കെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത് ജസ്റ്റ് മുടിയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇത്രയൊക്കെ കെയർ എടുത്തിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 1 ലിറ്ററോളം വെള്ളം കുടിക്കാൻ നോക്കുക ഇൻ എ ഡേ. പിന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് ചെയ്യേണ്ടതാണ്. ഈ ഒരു ദിവസത്തെ ഒരു ചാലഞ്ച്, ഈ ഒരു റെമഡിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഓൾ എന്ന് തിരഞ്ഞെടുത്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.